നമസ്കാരം. ഫാസ്റ്റ് ന്യൂസിലേക്ക്. പഴുതടച്ച സുരക്ഷാ ക്രമീകരണങ്ങളോടെ നീറ്റ് പുനഃപരീക്ഷ പൂർത്തിയായി. പരീക്ഷ നടന്നത് 5000-ഓളം കേന്ദ്രങ്ങളിൽ. 23 ലക്ഷത്തോളം വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതി. വിദ്യാർത്ഥികൾക്ക് യാത്രാ തടസ്സങ്ങൾ ഉണ്ടാകാതിരിക്കാൻ വിമാനത്താവളത്തിൽ നിന്നും വസതിയിലേക്കുള്ള യാത്ര വൈകിപ്പിച്ച് പ്രധാനമന്ത്രി. താരസംഘടനയായ അമ്മയിൽ പൊട്ടിത്തെറി. ശ്വേതാ മേനോൻ പ്രസിഡന്റായ ഭരണസമിതി രാജിവെച്ചു. ജനറൽ ബോഡി യോഗത്തിൽ ഭരണസമിതിക്കെതിരെ രൂക്ഷമായ വിമർശനം. അവിശ്വാസ പ്രമേയം വന്നതോടെ ഭരണസമിതി നാടകീയമായ രാജി പ്രഖ്യാപിച്ചു. രമേഷ് പിഷാരടിയുടെ നേതൃത്വത്തിലുള്ള അഡ്ഹോക് കമ്മിറ്റിയെ തീരുമാനിച്ചു. കാലാവധി 4 മാസം. പ്രാഥമിക അംഗത്വവും ശ്വേതാ മേനോൻ രാജിവെച്ചു. മാസപ്പടി കേസിൽ വീണ വിജയനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വീണ്ടും ചോദ്യം ചെയ്യും. ഈ മാസം 29-ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കൊച്ചിയിലെ ഓഫീസിൽ ഹാജരാകാൻ നിർദ്ദേശം. ED നീക്കം SFIO രേഖകൾ കൂടി ലഭിച്ച പശ്ചാത്തലത്തിൽ. സംസ്ഥാനത്ത് നിപ്പയിൽ ആശ്വാസം. നിപ്പ നിയന്ത്രണ വിധേയമെന്ന ആരോഗ്യ മന്ത്രാലയം. നിലവിൽ ആർക്കും രോഗലക്ഷണങ്ങൾ ഇല്ല. സംസ്ഥാനത്ത് ഷിഗല്ല ആശങ്ക തുടരുന്നു. ഇന്ന് 1 മരണം കൂടി റിപ്പോർട്ട് ചെയ്തു. ഈ മാസം 6 മരണമാണ് റിപ്പോർട്ട് ചെയ്തത്. ഓപ്പറേഷൻ തൂഫാനിൽ ഓൺലൈൻ ഡെലിവറിക്കാർക്കടക്കം കർശന മുന്നറിയിപ്പുമായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ഓൺലൈൻ ഡെലിവറിയുടെ മറവിൽ ലഹരി വിൽപ്പന നടക്കുന്നതായി പരാതി ലഭിച്ചിട്ടുണ്ടെന്നും ഇത്തരക്കാർക്കെതിരെ കർശന നടപടി ഉണ്ടാകുമെന്നുമാണ് മുന്നറിയിപ്പ്. മുല്ലപ്പെരിയാർ അണക്കെട്ട് വിദഗ്ധ സമിതിയിൽ നിന്നും കേരള പ്രതിനിധിയെ നീക്കി. ഏകപക്ഷീയമായി കേരള പ്രതിനിധി TK ശിവരാജനെ മാറ്റിയത്. പകരം ഉത്തർപ്രദേശ് സ്വദേശി ML ശർമ്മയെ നിയമിച്ചു. വ്യക്തിപരമായ കാരണങ്ങളാൽ ശിവരാജനെ ലഭ്യമാകുന്നില്ല എന്നാണ് ഉത്തരവിൽ പറയുന്നത്. സമുദ്ര സുരക്ഷയിൽ കരുത്ത് വർദ്ധിപ്പിച്ച് ഇന്ത്യ. തദ്ദേശീയമായി നിർമ്മിച്ച 3 യുദ്ധക്കപ്പലുകൾ കമ്മീഷൻ ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സ്വയം പര്യാപ്തതയാണ് രാജ്യത്തിന്റെ വളർച്ചയ്ക്ക് അടിസ്ഥാനമെന്ന് കൊൽക്കത്തയിൽ ശ്യാമപ്രസാദ് മുഖർജി തുറമുഖത്ത് നടന്ന ചടങ്ങിൽ പ്രധാനമന്ത്രി. പശ്ചിമേഷ്യയിലെ യുദ്ധം അവസാനിപ്പിക്കാനുള്ള ഇറാൻ അമേരിക്ക സമാധാന ചർച്ചകൾ സ്വിറ്റ്സർലൻഡിൽ ആരംഭിച്ചു. വൈസ് പ്രസിഡന്റ് JD വാൻസാണ് അമേരിക്കൻ സംഘത്തിന് നേതൃത്വം നൽകുന്നത്. ഇറാൻ പ്രതിനിധി സംഘത്തെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചി നയിക്കുന്നു. പാകിസ്ഥാന്റെയും ഖത്തറിന്റെയും മധ്യസ്ഥതയിലാണ് ചർച്ച. ഫാസ്റ്റ് ന്യൂസ് പൂർണ്ണമാകുന്നു. നമസ്കാരം.